ഹലോ. അപ്പം നമുക്ക് തമ്മിൽ കണ്ട പോലത്തെ ഒരു കുർത്തിയുടെ പാറ്റേൺ മേക്കിംഗ് വീഡിയോ ചെയ്യാം. അപ്പൊ ഇത് ഈസി ആയിട്ട് എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്യാന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് എൻ്റെ സൈസിലാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് പ്രകാരം ചെയ്യാം. ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ന്യൂസ് പേപ്പറാണ് എടുക്കുന്നത്. ഫസ്റ്റ് നമുക്കൊരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കേ. ഇനി മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് വെക്കാം. ഒരു മീഡിയം സൈസ് വരിക്ക് പറ്റിയ മെഷർമെൻറ്റ്സ് ആണ് ഞാൻ എടുക്കുന്നത്. ഒരു 7 ഇഞ്ച് ഷോൾഡറിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ 3.5 നെക്കിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1/2 ഇഞ്ച് താഴോട്ടേക്ക് സ്ലോപ്പ് വിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആം ഹോൾ ലെങ്ത് ഞാൻ സെയിം 7 ഇഞ്ച് തന്നെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റ്സ് എല്ലാം ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യാം. ഞാനിവിടെ ചെസ്റ്റ് സൈസ് എടുക്കുന്നത് 9 ഇഞ്ചാണ്. ഒരു മീഡിയം കാര്യക്കെല്ലാം 9.5 വരെ എടുക്കാം. പിന്നെ ഒരു 1.5 ഇഞ്ച് ഞാൻ സീമായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആം ഹോൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പല പല രീതികൾ ഉണ്ടാവും അല്ലേ. ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണേ. നമ്മുടെ ആം ലെങ്ത്തിൻ്റെ 1/2 എടുക്കുക. അതായത് 7ൻ്റെ 1/2 3.5 ആണ് ഞാനിവിടെ എടുക്കുന്നത്. അതും നമ്മുടെ 9 ഇഞ്ച് നേരത്തെ മാർക്ക് ചെയ്തിട്ടില്ലേ ചെസ്റ്റ് ലൈനിൽ, അതും കൂടി ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ജോയിൻ ചെയ്യും. പിന്നെ ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ട് ഇതുപോലെ 1/2 ഇഞ്ച് മുന്നോട്ടേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് തന്നെ നേരത്തെ വെച്ച പോലെ തന്നെ ആ പോയിന്റും ഈ പോയിന്റും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കും. അപ്പം എനിക്ക് കറക്റ്റായിട്ട് കിട്ടലുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. നിങ്ങൾ ഏത് രീതിയിലാണോ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യുക. ഇനി നമ്മുടെ ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് 14 ഇഞ്ച് എടുത്തിട്ട് നമുക്ക് വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യാം. പിന്നീട് എൻ്റെ വേസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആയിട്ടുള്ള 8 ഇഞ്ച് ഞാൻ അതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ 8 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീമായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് നമുക്ക് ഹിപ്പ് ലൈൻ മാർക്ക് ചെയ്യാം. ഒരു 20-21 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ ലൈനിൽ ഞാനൊരു 10.5 ഇഞ്ച് വേസ്റ്റിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1 ഇഞ്ച് സീമും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെസ്റ്റ് ലൈനിന് താഴോട്ടേക്ക് ഒരു 1 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒരു നോർമൽ കുർത്തിക്ക് വേണ്ടിയിട്ടുള്ള മെഷർമെന്റ് ആണ് ഇപ്പം ചെയ്തത്. ഇനി നമുക്ക് പാനൽ കട്ട് കുർത്തി എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇതുപോലെ ഷോൾഡറിൻ്റെയും നെക്കിൻ്റെയും മിഡിൽ വരുന്ന ഒരു പാർട്ടില്ലേ, അതിൻ്റെ 1/2 പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷം താഴോട്ടേക്ക് ഒരു 10 ഇഞ്ചിൽ നിങ്ങളൊരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഈ 10 ഇഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ബസ് പോയിന്റ് ആണ്. അവിടുന്ന് 3.5 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. അതായത് നിങ്ങളെ 2 ബസ് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ 1/2 ആണ് ഈ 3.5 എന്ന് പറഞ്ഞിട്ടുള്ളത് എടുക്കേണ്ടത്. ഇവിടെ എനിക്ക് 7 ആണ് വന്നത്, അതിൻ്റെ 1/2 3.5. ഇനി ആ 2 പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ഹിപ്പ് ലൈനിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ആ സെൻറ്റർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് പുറകോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 2 പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. നിങ്ങളിത് ഫ്രണ്ട് പോർഷൻ്റെ കാര്യത്തിൽ മാത്രം ചെയ്താൽ മതി. ബാക്ക് പോർഷൻ ചെയ്യുന്ന സമയത്ത് ആ ഷോൾഡറിൻ്റെ പോയിന്റും പിന്നെ താഴെ ഹിപ്പ് ലൈനിൻ്റെ പോയിന്റും തമ്മിൽ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്താൽ മതി. ഞാൻ 2 പാർട്ട് ഒരുമിച്ചിട്ട് കട്ട് ചെയ്തുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.